കഴിഞ്ഞ തലമുറയിൽ വളരെ ഡിസൈഡഡ് ആയിരുന്നു, റോൾസ് വളരെ ക്ലിയർ ആയിരുന്നു. ഹസ്ബൻഡ് പുറത്തുപോയി ബ്രെഡ് വിന്നിങ് ജോബ് ചെയ്യുന്നു, സ്ത്രീ ഹോം മേക്കർ ജോബ് ചെയ്യുന്നു. ഇന്ന് പെൺകുട്ടികളെല്ലാം വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ അവർക്ക് ഈ ഹോം മേക്കിങ്ങും ബ്രെഡ് വിന്നിങ്ങും കൂടി അറ്റ് ദ സെയിം ടൈം ഹാൻഡിൽ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് അതൊരു ഡബിൾ റോൾ കളിക്കുക ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനത്തെ ഈ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ എക്സ്പെക്ടേഷൻസ് വരുന്നത് സ്ക്രിപ്റ്റിംഗ് കാരണമാണ്. ബൈ നേച്ചർ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ഞാൻ ശരിയാണെന്നാണ്. അപ്പം എനിക്കാണെങ്കിലും 80% ഗുഡ് ക്വാളിറ്റീസ് ഉണ്ടാവും, പക്ഷേ 20% എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് എനിക്കുണ്ടാവും. ഈച്ച് പേഴ്സൺ ഇസ് സോ ഡിഫറെൻറ്റ്. അപ്പം എൻ്റെ ഗുഡ് ക്വാളിറ്റീസ് മാത്രം ഞാൻ ഫോക്കസ് ചെയ്യാണ്ട് എനിക്ക് കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്. അത് ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ പോസിറ്റീവ്സ് ആയിരിക്കാം. രണ്ടുപേരിലും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അത് നമ്മളെങ്ങനെ ഒന്നിച്ച് കോംപ്ലിമെൻറ്റ് ചെയ്ത് ഒരു ബെസ്റ്റ് ഔട്ട്കം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാൻ ഡോക്ടർ സ്മിതി സനൽ ജോർജ്, JMP മെഡിക്കൽ സെൻറ്ററിലെ ചീഫ് ഗൈനക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 30 വർഷമായി ഗൈനക്കോളജിയിൽ പല ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് ഏകദേശം 20,000 ഡെലിവറി എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന ഒരു ഗർഭിണി കപ്പിൾ, അവരുടെ ഇഷ്യൂ ഇതായിരുന്നു. പയ്യൻ ആദ്യം എഡ്യൂക്കേറ്റഡ് അല്ല, പക്ഷേ ഒരു ഡ്രസ് വർക്കൊക്കെ ചെയ്ത് നല്ല സാമ്പത്തികമായിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. പെൺകുട്ടി പോസ്റ്റ് ഗ്രാജുവേഷനാണ്. മാരേജ് കഴിഞ്ഞ് ഒരു 4th മന്തിൽ പ്രഗ്നൻ്റ് ആയി. അപ്പോൾ ഈ ഹസ്ബൻഡിൻ്റെ ഡിമാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവള് ജോലിക്ക് പോകണം, ജോലിക്ക് പോയി സമ്പാദിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇവൻ്റെ ചായ കാപ്പി, ഇവൻ്റെ ഡ്രസ്സ് വാഷിങ് എല്ലാം ഇവൾ ചെയ്യണം. അതേമാതിരി ഇവളുടെയും ഇവൾ തന്നെ ചെയ്യണം. ഇനി പ്രഗ്നൻ്റ് ആണ്, കൊച്ചു വരുമ്പോൾ ഈ ഫുൾ ലോഡ് ഇവൾ എടുക്കണം. ഇത് വളരെ എഗെയിൻ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ബിക്കോസ് കഴിഞ്ഞ തലമുറയിൽ വളരെ ഡിസൈഡഡ് ആയിരുന്നു, റോൾസ് വളരെ ക്ലിയർ ആയിരുന്നു. ഹസ്ബൻഡ് പുറത്തുപോയി ബ്രെഡ് വിന്നിങ് ജോബ് ചെയ്യുന്നു, സ്ത്രീ ഹോം മേക്കർ ജോബ് ചെയ്യുന്നു. ഇന്ന് പെൺകുട്ടികളെല്ലാം വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ അവർക്ക് ഈ ഹോം മേക്കിങ്ങും ബ്രെഡ് വിന്നിങ്ങും കൂടി അറ്റ് ദ സെയിം ടൈം ഹാൻഡിൽ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് അതൊരു ഡബിൾ റോൾ കളിക്കുക ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനത്തെ ഈ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ എക്സ്പെക്റ്റേഷൻസ് വരുന്നത് സ്ക്രിപ്റ്റിംഗ് കാരണമാണ്. സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പയ്യൻ കണ്ടു വളർന്നേക്കുന്ന ഒരു അപ്പനുണ്ട്. ആ അപ്പൻ്റെ മെയിൻ ജോബ് പൈസ ഉണ്ടാക്കാൻ മാത്രമാണ്. അപ്പോൾ ആ അപ്പൻ ഈ കുട്ടികളെ വളർത്തണേലോ അതേമാതിരി വീട്ടുകാര്യങ്ങളിലൊന്നും ഇൻവോൾവ് അല്ലായിരുന്നു. അപ്പോൾ അത് കണ്ടു വളർന്ന ഈ പയ്യന് അതാണ് ഐഡിയൽ പാരൻ്റ് എന്നാണ് മനസ്സിലാക്കി വെച്ചേക്കണേ. കാലമൊക്കെ മാറി. ഇപ്പോൾ സ്ത്രീകളും ഈക്വലി കോമ്പിറ്റൻ്റ് ആണ്, അവരും ജോലിക്ക് ഇറങ്ങുന്നു. അപ്പോൾ ഈ ഹോം മേക്കിംഗ് ജോബിൽ ഇവരും ഈക്വലി ഇൻവോൾവ് ചെയ്താൽ മാത്രമേ ഈ കുടുംബം സ്മൂത്തായിട്ട് പോകുള്ളൂ. അപ്പം നമ്മുടെ പല പ്രഗ്നൻസിയിലും നമ്മളിങ്ങനെ ഈ മാരിറ്റൽ ഡിസ്കോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വരച്ചേർച്ചകൾ കാണുന്നു. ഇത് സ്വാഭാവികമാണ്. രണ്ടുപേരും ഒന്നിച്ച് ജീവിച്ചിട്ട് അവർ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരാളുടെ IQ 80ൻ്റെ താഴെയാണെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ ഇതെങ്ങനെയാണ് നമുക്ക് ഇഫക്റ്റീവായിട്ട് ഈ അഭിപ്രായ വ്യത്യാസങ്ങളെയും കാഴ്ചപ്പാടുകളെയും ഒന്ന് കോപ്പ് ചെയ്യാൻ പറ്റുന്ന കുറേ മെക്കാനിസംസ് ഡെവലപ്പ് ചെയ്യണം. അതിന് പല സൈക്കോ സ്പിരിച്വൽ വേദികൾ ഇന്നുണ്ട്. ദമ്പതി ധ്യാനങ്ങളുണ്ട്, കപ്പിൾ റിട്രീറ്റ്സ് ഉണ്ട്. അതേമാതിരി ഞാൻ അറ്റൻഡ് ചെയ്തൊരു പ്രോഗ്രാമാണ് വിൻ വിൻ കപ്പിൾ. വിൻ വിൻ കപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ജയിക്കണം. അല്ലാണ്ട് ഹസ്ബൻഡാണ് റൈറ്റ്, വൈഫാണ് റൈറ്റ് എന്നല്ല. നമ്മുടെ ഭാഗത്തുനിന്ന്, ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്ന് കുറേ ശരികളുണ്ടാവും, ശരിയായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവാം. വൈഫിൻ്റെ ഭാഗത്തുനിന്ന് ശരിയായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവാം. ഇത് ഒന്ന് ചർച്ച ചെയ്ത് ഏതിൽ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ഫാമിലിയിൽ കൊണ്ടുവരണം, അതൊരു ചർച്ച, അങ്ങനെ ഒരു കോപ്പിംഗ് മെക്കാനിസം ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പല വേദികളും ആവശ്യമാണ്. ബിക്കോസ് ബൈ നേച്ചർ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ഞാൻ ശരിയാണെന്നാണ്. പക്ഷേ എല്ലാവരിലും, ഇപ്പം എനിക്കാണെങ്കിലും 80% ഗുഡ് ക്വാളിറ്റീസ് ഉണ്ടാവും, പക്ഷേ 20% എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് എനിക്കുണ്ടാവും. അതേമാതിരി എൻ്റെ ലൈഫ് പാർട്ട്ണറിനും അങ്ങനെ തന്നെയാണ്. 80% ഗുഡ് ക്വാളിറ്റീസ് ഉണ്ടാവാം, 20% നെഗറ്റീവ് ഉണ്ടാവും. അപ്പം ഇതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടതെന്നായിരിക്കണം നമ്മുടെ ഒരു ലൈഫ് ഗോള്. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിൽ കൂടെ, അതിനെ ചർച്ചയിൽ കൂടെ ഓവർകം ചെയ്യാൻ പറ്റിയാൽ അതായിരിക്കും നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ജനറേഷന് കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ്. ബിക്കോസ്
ഈച്ച് പേഴ്സൺ ഇസ് സോ ഡിഫറെൻറ്റ്. അപ്പോൾ എൻ്റെ ഗുഡ് ക്വാളിറ്റീസ് മാത്രം ഞാൻ ഫോക്കസ് ചെയ്യാണ്ട് എനിക്ക് കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്, അത് ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ പോസിറ്റീവ്സ് ആയിരിക്കാം, ഹസ്ബൻഡിൻ്റെ നെഗറ്റീവ് ആയിരിക്കാം എൻ്റെ പോസിറ്റീവ്. അപ്പോൾ ഇത് നമ്മളെങ്ങനെയാണ് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? കോംപ്ലിമെൻറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ടൈമിന് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുത്ത് ടൈം നല്ല ഭംഗിയായിട്ട് മാനേജ് ചെയ്യുന്ന ആളാണ്. പക്ഷേ എൻ്റെ ലൈഫ് പാർട്ട്ണർ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അങ്ങനെ ടൈം ബൗണ്ട് ഒന്നുമല്ല, വളരെ എന്താ പറയുക, ഇങ്ങനെ ക്രിയേറ്റീവായിട്ടും, ഇപ്പോൾ ഒരു ഇത് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ടൈമിന് ചിലപ്പോൾ അത്ര വാല്യൂ കൊടുക്കില്ല. പക്ഷേ ഇത് രണ്ടും കൂടി കോംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ കോൺഫ്ലിക്റ്റിൽ നമ്മൾ അവസാനിക്കും. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എങ്ങനെ നമ്മൾ എത്തുക എന്നുള്ളത് അതൊരു ലേണിംഗ് പ്രോസസ്സാണ്, അല്ലാണ്ട് ഒരു റെഡിമെയ്ഡ് ആൻസറും ഇല്ല. അത് ഓരോ സ്റ്റേജിലും, നമ്മുടെ മാരേജ് ലൈഫിൽ ഓരോ സ്റ്റേജിലും നമ്മൾ പല പല കോൺഫ്ലിക്ട്സിൽ കൂടെ കടന്നു പോകുമ്പോഴാണല്ലോ നമ്മൾ ബെറ്ററായിട്ട് വരുന്നത്. ബിക്കോസ് അവിടെ ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുന്നു, ആൻഡ് ദെൻ നമ്മളത് റോൾ മോഡലായിട്ട് അടുത്ത ജനറേഷന് പറയുന്നു, ഞങ്ങൾ തമ്മിലിങ്ങനെ ഡിഫറൻസസ് ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളത് ഔട്ട്ലിവ് ചെയ്തു, ഞങ്ങൾ അതിജീവിച്ചു. അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് ആയിരിക്കണം നമുക്ക് അടുത്ത ജനറേഷന് കൊടുക്കാൻ പറ്റുക. ബിക്കോസ് ഇതിൽ ആരും 100% ശരിയോ 100% തെറ്റുമില്ല. രണ്ടു പേരിലും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അത് നമ്മളെങ്ങനെ ഒന്നിച്ച് കോംപ്ലിമെൻറ്റ് ചെയ്ത് ഒരു ബെസ്റ്റ് ഔട്ട്കം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞ വിൻ വിൻ കപ്പിൾ. ബോത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഷുഡ് വിൻ. താങ്ക് യു.